ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണതേ ഒരു ബണ്ണാണ് കേട്ടോ. നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ ബണ്ണ്, ആ ഒരു ബണ്ണ് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് തോന്നും ഇതാണോ ബണ്ണെന്ന്. പക്ഷേ ഇതിന് രൂപം ഇല്ലെന്നേ ഉള്ളൂ, ഇതിൻ്റെ രുചിയെല്ലാം അത് തന്നെയാണ് കേട്ടോ. രൂപം കിട്ടാനായിട്ട് ഞാനിത് ഓവനിലൊന്നും അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഓവനില്ലാത്തവർക്കും ജീവിക്കണമല്ലോ. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗള് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അധികം ചേർക്കാത്തതായിരിക്കും നല്ലത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 5 ബണ്ണുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അത് എത്രത്തോളം വേണം അതിൻ്റെ അളവാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അതേപടി നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കൽ. നമ്മൾ റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന മുട്ട വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറയരുത്. അപ്പോൾ മുട്ട, ഉപ്പ്, എണ്ണ ഇത് 3 ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മുട്ട, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എണ്ണ ഇതെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോൾ ഇതിലിട്ടാലും തെറിക്കാറുണ്ട്. അതെൻ്റെ ഒരു ശീലം, അത് പോട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്താ സാരമില്ല. ഇനി നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുഴച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് കയ്യിലൊട്ട് പിടിക്കും. കാരണം ഇത് മൈദയാണല്ലോ. മൈദ ഭയങ്കര ഹെൽത്തി ആണെന്ന് ഞാൻ പറയുന്നില്ല. എന്നും ഇതുണ്ടാക്കി മക്കൾക്ക് കൊടുക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. വല്ലപ്പോഴാണ് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി ഒന്ന് വീട്ടിലുണ്ടാക്കാൻ തോന്നിയതുപോലെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിത് സ്ഥിരം കഴിക്കണമെന്നൊന്നും പറയില്ല കേട്ടോ. അപ്പം മാവ് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് കുറച്ച് എണ്ണ കൂടെ അതിലേക്ക് ഒഴിച്ച് ഇതുപോലെ ഒന്ന് തടവി നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് അടച്ച് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് മാവൊന്ന് സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പം നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോഴത്തെ അരമണിക്കൂറിന് ശേഷം നമ്മുടെ മാവെല്ലാം സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ച് ഇത് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലാക്കിക്കോണം. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാനിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് മാവ് ഉരുട്ടി ഇതിലോട്ട് വെക്കുന്നതെന്ന്. അവസാനം നിങ്ങൾ അതുപോലെ തന്നെ വെക്കുമ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അവസാനം എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതുപോലെ ഓരോ ഉരുളകളാക്കി, അപ്പോൾ ആ ഉരുളകളാക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കുറച്ച് എണ്ണ കൂടി ഒന്ന് പുരട്ടിയതിന് ശേഷം ഉരുളകളാക്കി എടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ കയ്യിലൊട്ടി പിടിക്കും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇതിലോട്ട് നിരത്തി കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 എണ്ണത്തിന് കണക്കാക്കിയാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് അളവ് പറഞ്ഞത്. ഇപ്പോൾ കറക്റ്റ് 5 എണ്ണത്തിന് എനിക്കുണ്ട് കേട്ടോ. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വശം ഒന്ന് വെന്തു എന്ന് തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇനി എണ്ണയൊന്നും പ്രത്യേകം ഒഴിച്ചൊന്നും കൊടുക്കണ്ട കേട്ടോ. അതേ എണ്ണയിൽ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ സംഭവം വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് തിരിച്ചിട്ട് കാണിക്കാം. കണ്ടില്ലേ, സംഭവം സെറ്റായിട്ടുണ്ട്. പക്ഷേ നമ്മളെന്താ ഈ ബേക്കറിയിൽ നിന്നൊക്കെ കാണുന്ന അതേ ഒരു ഭയങ്കര ഭംഗിയിലൊന്നും വരില്ല. പക്ഷേ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്കിത് മുറിച്ചൊന്ന് കാണിക്കാൻ വിട്ടുപോയി, മുറിച്ച് കാണിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കേണ്ട. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലേ. അപ്പം എപ്പോഴും ബേക്കറിയിൽ നിന്ന് മാത്രം കഴിക്കാതെ ഇതുപോലെ വീട്ടിലും കൂടെ ഒന്ന് ഉണ്ടാക്കി ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കുന്നേ, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഓക്കേ.